അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കുടുംബജീവിതം നാളെ സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കട്ടെ. നാളെ ഈ കുടുംബജീവിതം സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കട്ടെ. സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന സ്വർഗജീവിതമാകണം. അതിനാകണമെങ്കിൽ എന്ത് ചെയ്യണം? വിവാഹത്തിന്റെ 3-ാം ഘട്ടം. ഇവിടെ നമ്മൾ ജീവിച്ചു, അവസാനം എന്ത് ചെയ്യണം? പരസ്പരം മരിക്കുന്ന നേരത്ത് സന്തോഷത്തോടെ പൊരുത്തത്തോടെ മരിക്കണം. എന്നാൽ വിവാഹത്തിന്റെ 3-ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അള്ളാഹു എന്നെ നിങ്ങളെ അങ്ങനെ ആക്കട്ടെ. അള്ളാഹു എന്നെ നിങ്ങളെ അങ്ങനെ ആക്കട്ടെ. വിവാഹത്തിന്റെ 3-ാം ഘട്ടത്തിൽ പ്രതീക്ഷ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കുന്ന നേരത്ത് പരസ്പരം രണ്ടുപേരും തൃപ്തരായിരിക്കും. ഒരു പൊരുത്തക്കേട് ബാക്കി ഉണ്ടാവാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി പരിശ്രമിക്കൂലേ? ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കൂലേ? നിങ്ങൾക്ക് എന്തോ ഒരു ഉഷാറില്ലാത്ത? ഞാൻ നിർത്താത്തതുകൊണ്ടാണോ? അല്ലേ? ഇന്ന് ജീവിതത്തിൽ അതിനുവേണ്ടി ഒരു പുതിയ നിയത്തെടുക്കണം. റമളാൻ വരികയാണ്. പരസ്പരം പൊരുത്തം ചോദിക്കണമെന്ന് പോയിട്ട് ചോദിക്കൂല്ലയോ? എന്തിനാ നമുക്കെന്തിനാ ആവശ്യം? നമ്മുടെ ഭാര്യയോട് നമ്മൾ പറയല്ലേ, ഭാര്യമാര് പോയിട്ട് ഭർത്താവിനോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്നോട് പൊരുത്തമാണോ ഇല്ലേ മരിച്ചാൽ? അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തിന്റെ സമയത്ത് കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ പൊന്നുമോള് ഫാത്തിമയുണ്ട്. അള്ളാഹിന്റെ റസൂല് കിടന്ന് പൊളയുന്നത് കാണുമ്പോ ഫാത്തിമ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. പൊന്നുമോളുടെ കരച്ചിൽ കേൾക്കുമ്പോ അള്ളാഹിന്റെ റസൂല് ഫാത്തിമയെ വിളിച്ചു, ഫാത്തിമ എന്റെ അടുക്കലേക്കൊന്ന് വരുമോ, ഒരു സ്വകാര്യം പറയട്ടെ. അള്ളാഹിന്റെ റസൂല് ഫാത്തിമയുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. അതേവരെ പൊട്ടിക്കരഞ്ഞ ഫാത്തിമ പൊട്ടിച്ചിരിച്ചുവത്രേ. ഫാത്തിമ ചിരിച്ചുവത്രേ. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഉപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീവി ചിരിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരൊറ്റ സംഭവം പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിന് പരിസമാപ്തി കുറിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിക്കുന്ന സമയത്ത് ആ ചാരത്തിനെന്ന് ചിരിച്ച ഫാത്തിമ പിന്നീട് മരിക്കുന്നത് വരെ ഒരൊറ്റ പ്രാവശ്യമല്ലാതെ ചിരിച്ചിട്ടേയില്ല. അന്ന് ചിരിച്ച ഫാത്തിമ ബീവി പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യമേ ചിരിച്ചിട്ടുള്ളൂ. എപ്പോഴാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് വിട പറഞ്ഞു. പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറടക്കിയിട്ട് അനസ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോ ഫാത്തിമ ബീവി ചോദിച്ചു, അത്രേ, അനസേ അതാബതം വസുകും അൻ തഖതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തുറാബ്, എന്റെ ഉപ്പാന്റെ ശരീരത്തിലേക്ക് മണ്ണെടുത്തിടാൻ നിനക്ക് എങ്ങനെ തോന്നി അനസേ? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിക്ക് ദുഃഖമായി. ഉപ്പ മരിച്ച ദുഃഖമാണ്. ഖുർആനിലെ മക്കൾ പറയുമ്പോൾ ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇത് പറഞ്ഞിട്ട് പോകുന്നത്. വിഷയത്തോട് നീതി പുലർത്തണ്ടേ നിങ്ങളെ? ഭാര്യയും ഭർത്താവും ഇതിനു വേണ്ടി പരിശ്രമിക്കണം. പിന്നീട് അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീവിക്ക് എപ്പോഴും ദുഃഖമാണ്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി 6 മാസം കഴിഞ്ഞപ്പോൾ പൊന്നുമോള് ഫാത്തിമ വഫാത്തായി. പെങ്ങളെ, ഫാത്തിമ ബീവി വഫാത്താകുമ്പോ ഫാത്തിമ ബീവിയുടെ വയസ്സൊരു റിവായത്ത് പ്രകാരം വെറും 26 വയസ്സാണ്. 26 വയസ്സിൽ മരിച്ചുപോയൊരു പെണ്ണ് ലോകത്തിന്റെ പ്രകടോദാഹരണമായി, ലോകത്തിന്റെ പ്രകാശമായി മാറി. ഫാത്തിമ ബീവി പ്രിയപ്പെട്ട അലിയുടെ കൂടെ ജീവിക്കുകയാണ്. പിതാവ് മരിച്ച ദുഃഖമാണ്. പിന്നീട് കളിയില്ല, ചിരിയില്ല. ഫാത്തിമ കണ്ണിൽ സുറുമ പോലും എഴുതാറില്ല, നല്ല വസ്ത്രം ധരിക്കാറില്ല, സുഗന്ധം പൂശാറില്ല. ഫാത്തിമയ്ക്ക് എപ്പോഴും ദുഃഖമാണ്. ഫാത്തിമയ്ക്ക് എപ്പോഴും വിഷാദമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് എപ്പോഴും സങ്കടമാണ്. എന്റെ ഉപ്പ, എന്റെ ഉപ്പ, എന്റെ ഉപ്പ, എന്റെ ഉപ്പ എന്ന വിഷാദം മാത്രമാണ് ചിന്തയിലുള്ളത്. എന്റെ ഉപ്പാന്റെ അടുക്കലെത്തണം. അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന് മുമ്പ് ചെവിയിൽ പറഞ്ഞ സ്വകാര്യമുണ്ട, ഫാത്തിമ കരയണ്ട, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്റെ അടുക്കലേക്ക് വരുന്നത് നീയാണ് മോളെ. എന്റെ മക്കളിൽ നീയാണ് വരുന്നത്, എന്റെ മക്കളിൽ നീയാണ് വരുന്നത്. എന്റെ ഉപ്പാന്റെ അടുക്കലെത്തണം, എനിക്ക് പെട്ടെന്ന് മരിക്കണം, എന്റെ ഉപ്പാനെ കാണണം, എനിക്ക് സ്വർഗത്തിലെത്തണം. ഒരു മകളെ അല്ലാഹു നമുക്കും അങ്ങനെ തരട്ടെ, ഒരു മകളെ അല്ലാഹു നമുക്ക് അങ്ങനെ തരട്ടെ. പൊന്നു സഹോദരങ്ങളെ, നമ്മൾ പറയാറുണ്ട് 2 എണ്ണം ആണാണ്. അവസാനം ഒരു പെണ്ണിനെ കിട്ടിയാൽ പെണ്ണിന് ഉപ്പയോടുള്ള സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. അങ്ങനെ ആഗ്രഹിച്ച സഹോദരന് 3ാമത്തതും ആണാണ്. അല്ലാഹു 3 ആൺമക്കളെയും അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ, അല്ലാഹു ഹാഫിളീങ്ങളാക്കട്ടെ. സഹോദരങ്ങളെ, എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഉപ്പാന്ന് വിളിക്കാൻ ഒരു പൊന്നുമോളുണ്ടെങ്കിൽ ചുണ്ടുകൊണ്ട് ഉപ്പാന്റെ ചാരത്ത് നിൽക്കുന്നത് പെൺമക്കളാണ്, ആൺമക്കളല്ല. അല്ലാഹു നമുക്കൊരു പെൺകുഞ്ഞിനെ തരട്ടെ.
അള്ളാഹു നമുക്കൊരു പെൺകുഞ്ഞിനെ തരട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അടുത്തത് നീ തരുന്നത് ഒരു പെൺകുഞ്ഞായിരിക്കണേ അള്ളാഹുവേ. അടുത്തത് നീ എനിക്ക് നൽകുന്നത് പെൺകുഞ്ഞായിരിക്കണമേ അള്ളാഹുവേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻകാനത്തിലഹു തലാത ബനാത്, ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടെങ്കിൽ, ഔ തലാത അഖവാത്ത്, ആർക്കെങ്കിലും 3 സഹോദരിമാരുണ്ടെങ്കിൽ അവരെ 3 പേരെയും കെട്ടിച്ചു വിട്ടാൽ അവന് സ്വർഗമുറപ്പാ, അവന് സ്വർഗമുറപ്പാണ്. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അവസാനമായി ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ദുഃഖത്തിൽ മാത്രമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അവസാന മാസങ്ങൾ 6 കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ഫാത്തിമ ബീവി എഴുന്നേൽക്കുമ്പോ അന്ന് വല്ലാത്ത സന്തോഷമാണ്, അന്ന് വല്ലാത്ത പുഞ്ചിരിയാണ്, എന്തോ ഒരു വല്ലാത്ത ഉന്മേഷം പോലെ. അലി റളിയല്ലാഹു അൻഹു രാവിലെ പുല്ല് വെട്ടാൻ വേണ്ടി മലഞ്ചെരുവിൽ പോയി. അള്ളാഹുവിന്റെ റസൂൽ തന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത് പുല്ലുവെട്ടുകാരനാ. ലജ്നാൻ പർവ്വതത്തിന്റെ പുറകിൽ പോയിട്ട് പുല്ലുകെട്ട് വെട്ടിക്കൊണ്ടുവന്ന് ഉക്കാവ ചന്തയിൽ വെക്കുന്ന പുല്ലുവെട്ടുകാരനാണ് അള്ളാഹുവിന്റെ റസൂൽ മകളെ വിവാഹം ചെയ്തു കൊടുത്തത്. അലി റളിയല്ലാഹു അൻഹു പുല്ല് വെട്ടാൻ വേണ്ടി ലജ്നാൻ പർവ്വതത്തിൽ പോയി. ഫാത്തിമ ബീവി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ ഉടനെ അടുക്കളയിൽ ഇരിക്കുന്ന മാവെടുത്തു, അത് കുഴച്ചിട്ട് പത്തിരി ചുട്ടു. ആട്ടിറച്ചി ഉണ്ടായിരുന്നു, ആട്ടിറച്ചി എടുത്ത് കറിയും വെച്ചു. ഇന്നേ വരെ ഒരു നല്ല വിഭവം ഉണ്ടാക്കാത്ത ഫാത്തിമ പത്തിരിയും ചുട്ടു, ആട്ടിറച്ചിയും കറി വെച്ചു. മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാനെ എഴുന്നേൽപ്പിച്ചു, കുളിപ്പിച്ചു. അവരെ കുളിച്ചു വൃത്തിയാക്കി കൊണ്ടുവന്ന് അവർക്ക് 2 പേർക്കും പത്തിരിയും ഇറച്ചിയും കൊടുത്തു പൊന്നുമക്കൾക്ക്. എന്നിട്ട് അവരെ ഭക്ഷണവും കഴിച്ചിട്ട് കിടത്തി ഉറക്കുന്നു. ഫാത്തിമ ബീവി പോയി കുളിക്കുന്നു. കുളിച്ചു സുന്ദരിയായ വന്ന ഫാത്തിമ കണ്ണിന് സുറുമയെഴുതി, സുഗന്ധദ്രവ്യങ്ങൾ പൂശി, ഉള്ളതിലേറ്റവും നല്ല വെളുത്ത വസ്ത്രം ധരിച്ചു. ഫാത്തിമയ്ക്ക് എന്തോ ഒരു ആശ്വാസമാണെന്ന്, എന്തോ ഒരു പുഞ്ചിരിയാണിത്. ഇതേവരെ റസൂലുള്ള മരിച്ചതിന് ശേഷം ഇതേവരെ ചിരിക്കാത്ത ഫാത്തിമ കുളിച്ചു സുന്ദരിയായി, കണ്ണിന് സുറുമയെഴുതി, അത്തർവാരി പൂശി, നല്ല വസ്ത്രവും ധരിച്ച് വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുകയാണ്. ഉച്ചയായപ്പോ വയർത്ത് കുളിച്ച് പുല്ലിന്റെ കെട്ടും തലയിൽ വെച്ച് അലിയാര് തങ്ങൾ വന്നു. അലി റളിയല്ലാഹു അൻഹു വന്നു. ഫാത്തിമ ബീവി കെട്ടിപ്പിടിച്ച് താഴെയിറക്കി. അലി റളിയല്ലാഹു അൻഹു വയർപ്പിൽ കുളിച്ചു നോക്കുമ്പോ ഒരു ചന്ദ്രനെ പോലെ ഫാത്തിമ ഉദിച്ചു നിൽക്കുകയാ. കണ്ണില് സുറുമയിട്ട ഏഴരകുള്ള സുന്ദരി, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പശ്ചിമ ചക്രവാളത്തിന്റെ മഴവില്ലിന്റെ മനോഹാരിത പോലെ വിടർന്നു നിൽക്കുമ്പോ അലി വിടർന്ന കണ്ണുകളോട് ചോദിച്ചു, ഫാത്തിമ എന്തായിട്? ഇന്ന് വല്ലാത്ത സുഷാറാണല്ലോ, വല്ലാത്ത ഉത്സാഹമാണല്ലോ. ഫാത്തിമ പറഞ്ഞു, പോയി നിങ്ങൾ കുളിച്ചിട്ട് വരിക. അലി റളിയല്ലാഹു അൻഹു പോയി കുളിച്ചിട്ട് വന്നു. നമ്മുടെ അവസാനത്തെ നിമിഷം ഇതായിരിക്കണം, അവസാനത്തെ നിമിഷം ഇതായിരിക്കണം. അലി റളിയല്ലാഹു അൻഹു കുളിച്ചിട്ട് വന്നു. പെങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, ഖുർആനിലെ ഭാര്യ ഇവിടെ സമാപിക്കുകയാണ്. കുളിച്ചിട്ട് വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഫാത്തിമ ബീവി സന്തോഷത്തോടെ പത്തിരിയും ഇറച്ചിയും വിളമ്പി. അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നോക്കുമ്പോ ഫാത്തിമ പറഞ്ഞ്, കഴിക്ക് ഭർത്താവേ. ഫാത്തിമ എന്തായത്? പതിവില്ലാത്ത ചില ചിട്ടവട്ടങ്ങൾ. കഴിക്ക് ഭർത്താവേ, കഴിക്കുക. അലിയുടെ മുമ്പിൽ ഭക്ഷണം വിതറപ്പെട്ടു. ആ സമയത്ത് ഫാത്തിമ ബീവി ഒരു കൊച്ചുമോളെ പോലെ അടുത്തിരുന്നു. അലി റളിയല്ലാഹു അൻഹു കഴിക്കാൻ ഭക്ഷണം എടുക്കുമ്പോ ഫാത്തിമ ബീവി വാ പൊളിച്ചിട്ട് അലിയുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ഇത് വെറും ഒരു രംഗവിവരണമല്ല, ഹദീസിന്റെ ഇബാറത്തുകളാണ്. അലി റളിയല്ലാഹു അൻഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എനിക്കൊരാഗ്രഹം ബാക്കിയുണ്ട്, ചെയ്തു തരുമോ? എന്താണ് ഫാത്തിമ? അങ്ങയുടെ കൈകൾ കൊണ്ടൊരൽപ്പം ഭക്ഷണം എടുത്തിട്ട് എന്റെ വായിലേക്കൊന്ന് വെച്ച് തരുമോ? എനിക്കൊന്ന് വെച്ച് തരുമോ എന്റെ വായിലേക്ക്? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഫാത്തിമ ഇത്? എന്റെ ഒരു ആഗ്രഹമാണ്. അലി റളിയല്ലാഹു അൻഹു റൊട്ടി ഞുള്ളിയെടുത്ത് ഫാത്തിമയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഫാത്തിമ ബീവി ഭക്ഷണം എടുത്ത് അലിയുടെ വായിലേക്കും വെച്ചു കൊടുത്തു. ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു തുള്ളി ഭക്ഷണത്തിന് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ വല്ലപ്പോഴുമൊക്കെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇതൊക്കെ ഒന്ന് ചെയ്യണം. ഇത് കുടുംബത്തിന്റെ പ്രകാശമാണ്. ഫാത്തിമ ബീവിക്ക് വലിയ ആഗ്രഹം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ എനിക്ക് പേടിയാകുന്നു. എന്താണ് ഫാത്തിമ, നിനക്കൊരു മാറ്റം എന്താണ്? എനിക്ക് പേടി തോന്നുന്നു ഫാത്തിമ, നിന്റെ ഭാവ വ്യത്യാസം കാണുമ്പോ. അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലിയിനോട് ചോദിച്ചു, അലിയേ, നിങ്ങൾക്ക് വയറ് നിറഞ്ഞോ?
നിറഞ്ഞ് ഫാത്തിമ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കൈ കഴുകിയിട്ട് അലി റളിയല്ലാഹു അൻഹു വരുമ്പോ ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ, എനിക്കൊരു അവസാനത്തെ ആഗ്രഹമുണ്ടെന്ന് സാധിപ്പിച്ചു തരുമോ? എനിക്ക് അവസാനത്തെ ആഗ്രഹമെന്ന് സാധിപ്പിച്ചു തരുമോ? അലി റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. എന്താ ഫാത്തിമ നിന്റെ അവസാനത്തെ ആഗ്രഹം? ഫാത്തിമയുടെ അവസാനത്തെ ആഗ്രഹം എന്താ? എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഒടുക്കത്തെ ആഗ്രഹം ഈ ആഗ്രഹമാകണം. ഫാത്തിമ ബീവി പറഞ്ഞു, എന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്നറിയുമോ? അലിയേ, അലിയേ, ഈ ഭിത്തിയിലേക്ക് നിങ്ങളൊന്ന് ചാരിയിരുന്നിട്ട് ആ കാലൊന്ന് നീട്ടിവെക്കുമോ? ആ മടിയിലേക്ക് ഞാനൊന്ന് തലവെച്ച് കിടക്കട്ടെ അലിയേ. ഫാത്തിമ ബീവിയുടെ അവസാനത്തെ ആഗ്രഹം എന്താ? ആ ഭിത്തിയിലേക്കൊന്ന് ചാരിയിരുന്നിട്ട് കാലൊന്ന് നീട്ടുമോ? ഞാൻ അങ്ങയുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ. അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. ആ ഭിത്തിയുടെ ചുവരിലേക്ക്, ചെറ്റക്കൂരയുടെ ഭിത്തിയിലേക്ക് അലി റളിയല്ലാഹു അൻഹു ചാരിയിരുന്നു. കാലങ്ങ് നിവർത്തി വെച്ചു. ഫാത്തിമ ബീവി തന്റെ ഭർത്താവിന്റെ മടിയിലേക്ക് തലവെച്ചു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട അലിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു, അലിയേ, അലിയേ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ കയ്യിൽ എന്നെ പിടിച്ചേൽപ്പിച്ചതാണ്. ഒരു കൂരയുടെ കീഴിൽ ഇത്ര നാളും നമ്മൾ ജീവിച്ചതാണ്. രണ്ട് മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസവിച്ചതാണ്. നിങ്ങളോട് ഞാൻ വിട പറയുമ്പോ അലിയേ, എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ പൊരുത്തമുണ്ടോ? അലിയേ ഭർത്താവേ, എന്നോട് നിങ്ങൾക്ക് പൂർണ്ണ പൊരുത്തമാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഈ ഫാത്തിമ നാവ് കൊണ്ടോ ഹൃദയം കൊണ്ടോ ചെയ്തിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി രണ്ട് തുള്ളി കണ്ണുനീരാണ്. കിടക്കുന്ന ഫാത്തിമയുടെ മുഖത്തേക്ക് രണ്ട് തുള്ളി കണ്ണുനീര് വീണു. അലി ഫാത്തിമയുടെ കയ്യിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞ, ഫാത്തിമ, ഇതേവരെ എനിക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നീ ചെയ്തിട്ടില്ല ഫാത്തിമ. എനിക്ക് നിന്റെ കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയാണ് ഫാത്തിമ. പെങ്ങളെ, ഫാത്തിമ ചിരിച്ചു. ഫാത്തിമ ചിരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിരുന്ന് ചിരിച്ച ഫാത്തിമ പിന്നീട് ആദ്യമായിട്ട് ചിരിക്കുകയാണ്. ഫാത്തിമയുടെ മുഖം വിടർന്നു. ഫാത്തിമ ബീവി ചിരിക്കുകയാണ്. എന്നാൽ ഇനി ഞാൻ പോകട്ടെ അലിയേ. എവിടേക്കാണ് ഫാത്തിമ? എന്റെ ഉപ്പാന്റെ അടുക്കലോട്ട് പോവുകയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഫാത്തിമയുടെ ചുണ്ടുകൾ നിലച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് തന്റെ ഭർത്താവിന്റെ പൊരുത്തം ചോദിച്ച് ഭർത്താവിന് തൃപ്തിയാണെന്നറിഞ്ഞ് ഫാത്തിമ എന്നേക്കുമായി കണ്ണടച്ചു. പെങ്ങളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണിത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്തിനാണ് ഈ മത്സരം? എന്തിനാണ് ഈ തമ്മിലടി? ഒരു കൂരക്കുള്ളിൽ ജീവിച്ചിട്ട് പരസ്പരം എന്തിനാ ഈ സ്പർദ്ധ? എന്തിനാ? മരിക്കുന്ന സമയത്ത് മടിയിൽ തലവെച്ചിട്ട് പൊരുത്തം ചോദിച്ചു മരിച്ചാൽ, സഹോദരങ്ങളെ, ഫാത്തിമ ബീവി മരിച്ചതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു പാടുമായിരുന്നു, കുന്നാക സൗജി ഹമാമത്തിൻ ഫീ ഐകതി മുതമത്തിഈന ബി സിഹത്തിൻ വശബാബി خلت الزمان بنا وفرق بيننا إن الزمان مفرق الأحباب. ഞാനും എന്റെ ഫാത്തിമയും ഐക്കാത്താഴ്വരയിലെ മാടപ്പിറാവുകളെ പോലെ ഞങ്ങൾ കൊക്കുരുമ്മി നടന്നവരാണ്. കാലം ഞങ്ങളെ വേർപെടുത്തി കളഞ്ഞു. ഫാത്തിമ എന്നോട് വിട പറഞ്ഞു പോയി. മരിച്ച ഭാര്യയെ ഓർത്ത് വിലപിച്ച് പാട്ടുപാടിയ ഭർത്താവ് ഇങ്ങനെ മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ ചിരിച്ചു മരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുന്നു. വിവാഹത്തിന്റെ 3-ാം ഘട്ടത്തിൽ നമുക്കെത്താം. എവിടെയാ നമ്മുടെ വിവാഹത്തിന്റെ 3-ാം ഘട്ടം? എവിടെയാ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, ഹും വഅസ്വാജുഹും ഫീ ലിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഹും അവരും, വഅസ്വാജുഹും അവരുടെ ഭാര്യമാരും, അവരും അവരുടെ ഭാര്യമാരും ഫീ ലിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തപ്പെടാക്കപ്പെട്ട സ്വർഗത്തിന്റെ കട്ടിലിൽ ചാരിയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ.